UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ വലിയ പ്രതീക്ഷയിലാണ് ഇടുക്കിയിലെ മലയോര ജനത. കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ കൈത്താങ്ങുണ്ടാകുമെന്ന് ഇടുക്കി വിശ്വസിക്കുകയാണ്. ഒപ്പം ഇടുക്കിയുടെ വലിയ വെല്ലുവിളിയായ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ പ്രത്യേക പദ്ധതികളും ജില്ല പ്രതീക്ഷിക്കുന്നു. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇടുക്കി ജനത ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. പുതിയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ആവശ്യമായവയും ഉണ്ടാകുമെന്നും മലയോരം പ്രതീക്ഷ വെക്കുന്നു. തകർന്നു കിടക്കുന്ന മലയോര ഹൈവേകളുടെയും ലിങ്ക് റോഡുകളുടെയും പുനരുദ്ധാരണം, കാർഷിക വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികൾ എന്നിവയിലാണ് ജില്ല കണ്ണുവെക്കുന്നത്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പുതിയ പദ്ധതികൾ, ചില കോളേജുകൾക്ക് പണം അനുവദിക്കേണ്ടതായിട്ടുണ്ട്. കാർഷിക മേഖലയുടെ വികസനത്തിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന റോഡുകളുടെ നവീകരണത്തിന്, അങ്ങനെ ഒരുപാട് പ്രതീക്ഷ നമ്മൾ ഈ ബജറ്റിൽ പുലർത്തിയിട്ടുണ്ട്. ജില്ലയുടെ സാമ്പത്തിക സ്രോതസ്സായ കാർഷിക മേഖല നിലവിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വിലത്തകർച്ചയും വന്യജീവി ശല്യവും കാരണം ദുരിതത്തിലായ കർഷകർക്ക് ഉണർവേകാൻ പുതിയ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് മലയോര ജനതയുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ പുരോഗതിക്കായി സർക്കാർ കോളേജുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ളവയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി വലിയ തോതിൽ തുക വകയിരുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി ജില്ലയിലെ വിദ്യാർത്ഥികൾ മറ്റ് ജില്ലകളെ ആശ്രയിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വരുന്ന ബജറ്റിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ജില്ലയുടെ ഹൈ റേഞ്ച്, ലോ റേഞ്ച് മേഖലകൾ ഒരുപോലെ നേരിടുന്ന വെല്ലുവിളിയാണ് വന്യജീവികളുടെ ശല്യം. ഇവ ഒഴിവാക്കുന്നതിനായുള്ള നൂതന മാർഗങ്ങൾ നടപ്പാക്കുമെന്നും ജില്ലയുടെ വലിയ പ്രതീക്ഷയാണ്. തോട്ടം മേഖലയിലെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരവും ബജറ്റിലെ മറ്റൊരു പ്രതീക്ഷയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ജില്ലയിലെ 5 MLA-മാരും UDF പ്രതിനിധികളാണ്. ഓരോ മണ്ഡലങ്ങളിലേക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ ധനമന്ത്രി കൂടിയായ VD സതീശന് കൈമാറിയതായി ജനപ്രതിനിധികൾ ഒരേ സ്വരത്തിൽ പറയുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.